ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഗെയിം റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട്സ്. ഈ ഒരു ഗെയിം നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് മെയിൻ ഒരു കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മലയാളിയാണ്. അതേ ഫ്രണ്ട്സ്, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പണിയിലാണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ കാര്യം അറിഞ്ഞത്. അപ്പം തന്നെ പോയി യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഒരു വീഡിയോ ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലിംസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഗെയിമിൻ്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ്. കാരണം ഈ ഒരു ഗെയിം നടക്കേണ്ടത് കേരളത്തിലാണ്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഫ്രണ്ട്സ്. ഈ ഒരു ഗ്ലിംസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. കണ്ടിട്ട് നമുക്ക് ബാക്കി അഭിപ്രായം പറയാം. അപ്പം എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് ഈ ഇറങ്ങിയിരിക്കുന്ന ചെറിയൊരു ഗെയിം ട്രെയിലർ നമുക്ക് കണ്ടുനോക്കാം. അതിനു മുമ്പ് ഫ്രണ്ട്സിന്റെ ടൈറ്റിൽ, അതായത് ഈ ഒരു ഗെയിമിന്റെ പേര് തെക്ക് ഐലൻഡ് എന്നാണ്. അതുപോലെ തന്നെ മലയാളം ഹൊറർ ഗെയിം റിവീൽ സെറ്റ് ഇൻ 1980s കേരള, അതായത് 1980 കേരളത്തിലത്തെ ഒരു ഗെയിം പ്ലേ ആണ് ഈ ഒരു ഗെയിമിൽ, അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിലുള്ളത് 1980 കേരളയാണെന്നാണ് ഗൈസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗെയിം ട്രെയിലർ പോലെയാണ് സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും ബാക്കി പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, തുടക്കം തന്നെ ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നുണ്ട് ദിസ് വീഡിയോ ഈസ് ക്യാപ്ചേർഡ് ഇൻ ഗെയിം ഫുട്ടേജ്. അതായത് ഈ ഒരു വീഡിയോ ഫുള്ളി ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് ഗെയിം ഫുട്ടേജിൽ നിന്നാണ്. അല്ലാതെ എന്താ പറയുക, ബ്ലെൻഡർ ഒന്നും വഴി ആനിമേറ്റ് ചെയ്തിട്ട് ആ ആനിമേഷൻ വീഡിയോ ആയിട്ടല്ല കാണിച്ചിരിക്കുന്നത്, ഗെയിമിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുത്താണ്. അതായത് ആൾ ഡെവലപ്പ് ചെയ്ത് അത്രത്തോളം ആളത് ക്യാപ്ചർ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കി നമുക്ക് കണ്ടുനോക്കാം, എന്നിട്ട് സത്യസന്ധമായിട്ട് പറയാം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അല്ലെങ്കിൽ അലമ്പാണോ എന്ന്. ഓക്കെ, നമുക്ക് ബാക്കി പ്ലേ ചെയ്ത് നോക്കാം. എന്തെങ്കിലും മലയാളം റെഫറൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാട്ടോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ. ഓക്കെ ഫ്രണ്ട്സ്, തുടക്കം തന്നെ വഞ്ചി തുറഞ്ഞ് ഒരു ഐലൻഡിലേക്ക് വരേണ്ടതാണ്. ഓക്കെ ഗൈസ്, ഐലൻഡ് ഇതാണ് ഫ്രണ്ട്സ്. സെറ്റ് ഇൻ എ റിമോട്ട് ഐലൻഡ് ഓഫ് ദ കോസ്റ്റ് ഓഫ് കേരള ഗൈസ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഒരു ഐലൻഡാണ് പുള്ളി ഉദ്ദേശിച്ചേക്കേണ്ട ഏകദേശം കറക്റ്റ് ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. ആ തെങ്ങും അതുപോലെ തന്നെ ആ സൈഡിലും മതിൽ പോലെ മറ്റേ കോലിന് കെട്ടിയിരിക്കുന്നതും അതുപോലെ ആ ഒരു പുല്ലും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലുക്ക് കണ്ടാൽ അറിയാം ഫ്രണ്ട്സ്, ഇതൊരിക്കലും ഒരു മൊബൈൽ ഗെയിം ആയിരിക്കില്ല, ഇതൊരു PC ഗെയിം ആയിരിക്കും. ഇനി ഗെയിം ഇറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ മേ ബി മൊബൈലിലേക്കും വരും. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി പ്ലേ ചെയ്ത് നോക്കാം. ഒരു വീട്ടിലേക്ക് ഒരാൾ നടന്നുകൊണ്ടിരിക്കുകയാണ്ടോ, POV ആണ്, അതായത് FPS എന്ന് വേണമെങ്കിൽ പറയാം. FPS ഗെയിം പ്ലേ ആണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാരക്ടറിനെ കാണാൻ പറ്റില്ല, ക്യാരക്ടർ കാണുന്ന വ്യൂ ആയിരിക്കും നമ്മൾ കാണേണ്ടത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞാലുണ്ട്, നിങ്ങൾക്കറിയായിരിക്കാം. ബാക്കി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ പ്ലേ ചെയ്യുന്നു, നടന്നു പോകുന്നു ഗൈസ്. ഒരു വീട്ടിലോട്ടാണ് നടന്നു പോകുന്നത്. ഓക്കെ ഗൈസ്, ഈ ഒരു മേശപ്പുറത്ത് ഒരു ലെറ്റർ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു ആക്ച്വലി ഞാൻ പ്ലേ ചെയ്യട്ടെ. ഒരു മേശപ്പുറത്ത്, അതായത് മലയാളം റെഫറൻസ് കറക്റ്റായിട്ട് ഈ ഒരു ഗെയിമിൽ പുള്ളിക്കാരൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. ഈ വീട്ടിലോട്ട് നടന്നു പോകുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിപ്പ് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ടേബിളിൽ കുറച്ച് തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്, 2 തിരി. അതുപോലെ തന്നെ ആ ടേബിള് പിന്നെ നമ്മുടെ വെട്ടുകല്ലുകൊണ്ടുള്ള മതിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ഹൊറർ മോഡ് കിട്ടാനായിട്ടായിരിക്കും, ശരിക്കും കിട്ടുന്നുണ്ട് ആ ഒരു ഹൊറർ മോഡ്. ഓക്കെ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ലെറ്റർ വെച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് ആ ലെറ്റർ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ കണ്ടോ, എടുക്കുമ്പോൾ അത് വായിക്കാൻ പറ്റും. ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം, ഒരു മലയാളം റെഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കൊള്ളാം ഗൈസ്. കയ്യിൽ തീപ്പൊന്തൊക്കെ പിടിച്ച് ആ ഒരു ലൈറ്റിലാണ് ക്യാരക്ടർ നടന്നു പോകുന്നത്. കൊള്ളാം ഗൈസ്. ഈ ഒരു പ്രത്യേകത, അതായത് നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഇത് കളിക്കുമ്പോൾ, ഈ ഗെയിം ഇറങ്ങി കളിക്കുമ്പോൾ നല്ല ഫീലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെയൊക്കെ പഴയ വീട്ടിൽ തന്നെ രാത്രി പോകാമെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. സ്വന്തം വീട്ടിൽ തന്നെ ലൈറ്റിലാണ് നിൽക്കാന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഗെയിമിൽ ഈ ഒരു പഴയ ഒരു തറവാട് വീടെന്നൊക്കെ പറയത്തില്ലേ, പഴയ ആ ഒരു വൈബിലുള്ള വീടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് ഒരു തീപ്പന്തം കൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ അടിപൊളിയായിരിക്കും ഗൈസ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ബാക്കി പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, അതായത് ആ ലൈറ്റിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻ അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. ടെക്സ്റ്റേഴ്സും അത്യാവശ്യം നല്ല രീതിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൂമിൻ്റെ ഉള്ളിലേക്കാണ് ഗൈസ് കയറി പോകുന്നത്. ഓക്കെ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ അവിടെ എന്തൊക്കെ എടുക്കുന്നുണ്ട്. ഐ തിങ്ക് ഗൈസ് അത് ഡെഡ് ബോഡി ആണോ അല്ലെങ്കിൽ വെറും തുണിയാണോ എന്നറിയില്ല ഗൈസ്. എനിക്ക് തോന്നുന്നത് അത് ഡെഡ് ബോഡിയാണ് ഗൈസ്. 1 2 3 ഡെഡ് ബോഡി, ഒരു കുഞ്ഞു കൊച്ചിൻ്റെയും ബാക്കി 2 വലിയ ആൾക്കാരും ഡെഡ് ബോഡി ആ റൂമിൽ കിടക്കുന്നുണ്ട്. TV ഓൺ ആയിട്ടിരിക്കുന്നുണ്ട്. ഇത്രേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഗെയിമിൻ്റെ ടൈറ്റിലാണ് ഗൈസ് ഇവിടെ എഴുതി കാണിക്കുന്നത്, തെക്ക് ഐലൻഡ് എന്നാണ് ഗൈസ് ഈ ഒരു ഗെയിമിൻ്റെ പേര്. ഇത്രത്തോളം കണ്ടിടത്തോളം എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം ഈ ഒരാളാണെന്ന് തോന്നുന്നുണ്ടാക്കുന്നത്. ഇത് ടീമൊന്നുമില്ല, സിമ്പിളായിട്ട് ഒരാളുണ്ടാക്കുന്ന ഗെയിമായിട്ടാണ് ഗൈസ് എനിക്കിത് കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. കാരണം വളരെ കുഞ്ഞൊരു ട്രെയിലറാണ്. അത് മാത്രമല്ല ഫ്രണ്ട്സ്, ആള് ആ കൊടുത്തിരിക്കുന്ന ട്രെയിലർ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ തട്ടിക്കൂട്ടി ചെയ്തേക്കണ്ടല്ല, നല്ല പണിയെടുത്ത് ചെയ്യേണ്ടതാണ്. എന്തായാലും ഫ്രണ്ട്സ്, ഇത് ചെയ്ത ആൾക്ക് വലിയൊരു സല്യൂട്ട് ഉണ്ട്. കാരണം കേരളത്തിൽ നിന്നൊരു ഗെയിം പൊളിയായിരിക്കും. ഓക്കെ, ഇത്രയാണ് ഫ്രണ്ട്സ് ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലർ. ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്തായാലും ഈ ഒരു ഗെയിമിന്. കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല കാട്, ഒരു ഐലൻഡ്, രാത്രി,
അതൊരു വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുന്നു, വഞ്ചിയൊക്കെ തുഴഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ ഒരു ഫീലിങ്സ് വേറെ ലെവലായിരിക്കും, അടിപൊളിയായിരിക്കും. ഇനി ഇതിൻ്റെ കമൻറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ് പുള്ളി താങ്ക് യു ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ആൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇത്ര ആൾക്കാർ. ഇപ്പോൾ 10,000 പേര് കണ്ടിട്ടുണ്ട്, 10 ദിവസമായെങ്കിലും 10,000 പേര് കണ്ടിട്ടുണ്ട്. അതെന്തായാലും അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട് വീഡിയോയ്ക്ക്. എന്തായാലും ഫ്രണ്ട്സ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ഗെയിം എന്ന് റിലീസാവും, എപ്പോൾ എത്തും, നോ ഐഡിയ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മലയാളി ഉണ്ടാക്കിയിരിക്കുന്ന ഗെയിമാണ് ഫ്രണ്ട്സ്, അതുകൊണ്ട് നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ഇട്ടിരിക്കണം, സപ്പോർട്ട് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഈ ഒരു ഗെയിം മൊബൈലിൽ വരുമെന്ന് വെച്ചാൽ ഭാവിയിൽ, അതായത് PC-യിൽ ഒരു ഗെയിം ഇറങ്ങി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ആൾ മൊബൈലിൽ ഇറക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇത് ഒരാളാണ് ഉണ്ടാക്കണതെന്നാണ് എനിക്കറിയാൻ പറ്റിയത്. ഒരാളാണ് ഉണ്ടാക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കും ഈ ഒരു ഗെയിം വരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതിൻ്റെ ഗെയിം പ്ലേ ഞാൻ ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ്. എന്തായാലും നമ്മുടെ മലയാളിയുടെ ഗെയിം അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ കൂടി ഇത്രയേ ഉള്ളൂ. ചെറിയ ഒരു ഗെയിം നമ്മുടെ മലയാളി ഉണ്ടാക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ട്രെയിലർ യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.